അടുത്ത ക്വസ്റ്റ്യൻ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരണം. ഈ വരികൾ ഗുരുവിൻ്റെ ഏത് ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണെന്നാണ് ചോദ്യം. ഇത് ഗുരുവിൻ്റെ ഏതോ ഒരു കൃതിയിൽ നിന്നുള്ള വരികളാണിത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയെ അപരനും സുഖത്തിനായി വരണം എന്നുള്ളത് ഏത് കൃതിയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആത്മോപദേശ ശതകമുണ്ട്, ഓപ്ഷൻ ബിയിൽ ദർശനമാലയുണ്ട്, ഓപ്ഷൻ സിയിൽ നവമഞ്ജരി ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ ദൈവദശകമുണ്ട്. ഒക്കെ ഗുരുവിൻ്റെ കൃതികൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏത് കൃതിയിൽ നിന്ന് എടുത്ത വരികളാണിത് എന്നാണ് ചോദ്യം. ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആത്മോപദേശ ശതകമാണ്, അതായത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആത്മോപദേശ ശതകത്തിലുള്ള വരികളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഗുരുവായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഗുരുവിൻ്റെ തമിഴ് കൃതിയുണ്ട്. ഏതാണ് ഗുരുവിൻ്റെ തമിഴ് കൃതി? തേവാര പതികങ്ങളാണ്. തേവാര പതികങ്ങൾ പേര് കേട്ടാൽ തന്നെ ഒരു തമിഴ് ടച്ച് ഉണ്ട് അല്ലേ. അപ്പോൾ ഗുരുവിൻ്റെ തമിഴ് കൃതി ഏതാണ്? തേവാര പതികങ്ങളാണ്. ഗുരുവിൻ്റെ ആദ്യത്തെ ജീവചരിത്രം എഴുതിയത് ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. ഗുരുവിൻ്റെ ആദ്യത്തെ ജീവചരിത്രം എഴുതിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലമാണ് മരുത്വാമല. ചട്ടമ്പി സ്വാമികളുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എവിടെയാണ്? വടിവീശ്വരത്താണ് അല്ലേ. എപ്പോഴും പിന്നെ ഒരു ചട്ടമ്പിയാണ്, എപ്പോഴും വടി വീശിയിട്ടാണ് നടക്കുക എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനം ലഭിച്ച സ്ഥലം എവിടെയാണ്? വടിവീശ്വരമാണ്. ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലമാണ് മരുത്വമല. പിന്നെ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് 1922 അല്ലേ. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നുണ്ട് 1922. അങ്ങനെ ഇവർ കണ്ടുമുട്ടിയ സമയത്ത് ഇവർ തമ്മിലുള്ള സംഭാഷണം പരിഭാഷപ്പെടുത്തിയത് ആര് എന്നൊരു പഠിച്ചു വെക്കേണ്ടതുണ്ട്. കുമാരനാശാനാണ്. ഗുരുവും അതേപോലെ ടാഗോറും തമ്മിൽ നടന്ന സംഭാഷണം പരിഭാഷപ്പെടുത്തുന്നത് കുമാരനാശാനാണ്. എന്നാൽ 1925 ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. 1925 ഗാന്ധിജി ഗുരുവിനെ സന്ദർശിക്കുന്നുണ്ട്. ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1925 എന്ത് ചെയ്തത്? ഗാന്ധിജി ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. ഈ വർഷം ഈ സമയത്ത് സംഭാഷണം പരിഭാഷപ്പെടുത്തിയത് ആരാണ്? എൻ കുമാരനാണ്. മാറിപ്പോരുത്. ഗുരുവും ടാഗോറും തമ്മിൽ കുമാരനാശാനാണ്. നമുക്കറിയാം ടാഗോർ ഒരു കവിയായിരുന്നു അല്ലേ. കുമാരനാശാനും ഒരു കവിയാണ്. ആ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആരാണ്? കുമാരനാശാനാണ്. ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണം പരിഭാഷപ്പെടുത്തുന്നത് എൻ കുമാരനാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗുരു 2 തവണ ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട് അല്ലേ. 1918 പോയിട്ടുണ്ട്, 26 പോയിട്ടുണ്ട്. ആദ്യത്തെ ശ്രീലങ്ക സന്ദർശനം എവിടെയാണ്? 1918 ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്കയിൽ 1918 പോയിട്ടുണ്ട്, 1926 പോയിട്ടുണ്ട്. ഇനി ഗുരുവിനെ കുറിച്ച് യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ്. 2010 ആരാണ്? ആർ സുകുമാരനാണ് 2010 യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. ഈ സിനിമയിൽ ഗുരുവിന്റെ വേഷം ഇട്ടത് ആരാണ്? തലൈവാസൽ വിജയാണ്. ആരാണ്? തലൈവാസൽ വിജയാണ് ഗുരുവിന്റെ വേഷമിട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പണ്ഡിറ്റ് കറുപ്പനെ കവി തിലകൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? പണ്ഡിറ്റ് കറുപ്പനെ കവി തിലകൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനുണ്ട്, ഓപ്ഷൻ ബിയിൽ കൊച്ചി രാജാവുണ്ട്, ഓപ്ഷൻ സിയിൽ മോണിങ്ടൺ പ്രഭു ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ ഇവരാരുമല്ല. ആരാണ് പണ്ഡിറ്റ് കറുപ്പനെ കവി തിലകൻ എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അല്ലേ. കൊച്ചി രാജാവാണ് പണ്ഡിറ്റ് കറുപ്പനെ കവി തിലകൻ എന്ന് വിശേഷിപ്പിച്ചത്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. എന്താണ്? വിദ്വാൻ എന്ന വിശേഷണമാണ്. പണ്ഡിറ്റ് കറുപ്പനെ കവി തിലകൻ എന്ന് വിളിച്ചത് കൊച്ചി രാജാവാണ്. എന്നാൽ വിദ്വാൻ എന്ന് വിളിക്കുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. മാറിപ്പോരുത്. വിദ്വാൻ എന്ന് വിളിക്കുന്നത് വലിയ കോയിത്തമ്പുരാനും കവി തിലകൻ എന്ന് വിളിക്കുന്നത് കൊച്ചി രാജാവുമാണ്.
ഈ മോണിങ്ടൺ പ്രഭുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ്, രാജ കേശവദാസിന് രാജാവട്ടം നൽകിയ ആളാണ് മോണിങ്ടൺ പ്രഭു എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധമില്ല. ഇവിടെ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് എന്ത് ചെയ്തത്, പിന്നെ വിദ്വാൻ എന്ന പട്ടം നൽകുന്നത്. എന്നാൽ കൊച്ചി രാജാവാണ് കവി തിലകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പണ്ഡിറ്റ് കറുപ്പനെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ് കേരളത്തിന്റെ ലിങ്കൺ അല്ലെങ്കിൽ കേരള ലിങ്കൺ അല്ലേ. രണ്ടു പേര് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഒന്ന് കവിതിലകൻ, മറ്റൊന്ന് വിദ്വാൻ. മൂന്നാമത്തെ പേരാണ് ഈ കേരളത്തിലെ ലിങ്കൺ എന്ന് പറയുന്നത്. ഈ കേരളത്തിലെ ലിങ്കൺ എന്ന് വിളിച്ചത് ആര് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നില്ല. ഇദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ച എല്ലാവരും പറയുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇദ്ദേഹത്തെ കേരള ലിങ്കൺ എന്ന് വിളിക്കാനുള്ള കാരണം ഈ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയിട്ടുള്ള സേവനങ്ങൾ അമേരിക്കയിൽ അബ്രഹാം ലിങ്കൺ നടത്തിയതിനും സമാനമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കേരള ലിങ്കൺ എന്ന് വിളിച്ചത്. നമുക്കറിയാം കറുത്ത വർഗത്തിൽപ്പെട്ട ആളായിരുന്നു ആര്, അബ്രഹാം ലിങ്കൺ അല്ലേ. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. കറുത്ത വർഗത്തിൽപ്പെട്ട അബ്രഹാം ലിങ്കൺ, കേരളത്തിലെ ലിങ്കണനാണ് പണ്ഡിറ്റ് കറുപ്പൻ, പേരിൽ കറുപ്പുണ്ട് അല്ലേ. ആ രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. അപ്പം അമേരിക്കയിൽ ഈ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി അബ്രഹാം ലിങ്കൺ നടത്തിയിട്ടുള്ള സേവനങ്ങൾ, പ്രവർത്തനങ്ങൾ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ പണ്ഡിറ്റ് കറുപ്പൻ കേരളത്തിൽ ചെയ്തത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്, കേരളത്തിന്റെ ലിങ്കൺ എന്ന് വിളിക്കുന്നത്. കൊച്ചി പുലയ മഹാസഭ, അരേ സമാജം, കല്യാണദായിനി സഭ, വാല സമുദായ പരിഷ്കാര സഭ, സുധർമ്മ സൂര്യോദയ സഭ എന്നിവ ഇദ്ദേഹം സ്ഥാപിച്ചു. പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചിട്ടുള്ള സംഘടനകളാണ് പറഞ്ഞത്. കൊച്ചി പുലയ മഹാസഭയുണ്ട്, അരയ സമാജമുണ്ട്, കല്യാണദായിനി സഭയുണ്ട്, വാല സമുദായ പരിഷ്കാര സഭയുണ്ട്, സുധർമ്മ സൂര്യോദയ സഭയുണ്ട്. ഇതൊക്കെ ആര് രൂപീകരിച്ചിട്ടുള്ളതാണ്? പണ്ഡിറ്റ് കറുപ്പൻ രൂപീകരിച്ചിട്ടുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 1913 കൊച്ചി കായൽ സമ്മേളനത്തിന്റെ അധ്യക്ഷനും ആരായിരുന്നു? പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പോൾ കൊച്ചി കായൽ സമ്മേളനം നടക്കുന്നത് 1913 അധ്യക്ഷൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 1925 കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഇദ്ദേഹത്തെ പണ്ഡിറ്റ് കറുപ്പനെ തെരഞ്ഞെടുക്കുന്നുണ്ട്. 1925 കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഇദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നുണ്ട്. ഐത്തത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തുകൊണ്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള കൃതിയാണ് ജാതിക്കുമ്മി. അപ്പോൾ ഐത്തത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചിട്ടുള്ള കൃതി ഏതാണ്? ജാതിക്കുമ്മിയാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യത്തെ കവിത ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്തോത്ര മന്ദാരമാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യത്തെ കവിത സ്തോത്ര മന്ദാരമാണ്. ജാതി വ്യവസ്ഥയും ഐത്തത്തെയും ഒക്കെ എതിർത്തുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ജാതിക്കുമ്മി. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിന് അനുശോചിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതിയാണ് സമാധി സപ്താഹം അല്ലെങ്കിൽ സമാധി സങ്കല്പം. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിന് അനുശോചിച്ചുകൊണ്ട് ഒരു കൃതി എഴുതുന്നുണ്ട് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. അതേതാണ്? സമാധി സപ്താഹം അല്ലെങ്കിൽ സമാധി സങ്കല്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണോ, ശ്രീനാരായണ ഗുരുവാണോ, സഹോദരൻ അയ്യപ്പനാണോ, തൈക്കാട് അയ്യയാണോ? ആരാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് അഭിപ്രായപ്പെട്ടത്? ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ശ്രീനാരായണ ഗുരു നമ്മുടെ ഓപ്ഷനിലുണ്ട് അല്ലേ, അത് തിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. സഹോദരൻ അയ്യപ്പനാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്നാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ഏതാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ എന്നാണ്. മാറിപ്പോരുത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്. അതുകൊണ്ട് മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളല്ല, അദ്ദേഹത്തിന്റെ ഗുരുവായ തൈക്കാട് അയ്യയുടെ വാക്കുകളെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? പോപ്പുലറൈസ് ചെയ്യാണ് അല്ലേ. എന്നാൽ ഇവിടെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. എറണാകുളം ജില്ലയിലെ ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത്.
അദ്ദേഹം 1917 സഹോദര സംഘം എന്ന പേരിൽ ഒരു സംഘടന സ്ഥാപിക്കുന്നുണ്ട്. മിശ്ര ഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. ഈ സഹോദര സംഘത്തിന്റെ ആദ്യത്തെ പരിപാടിയായിരുന്നു എന്ത്, ഈ മിശ്ര ഭോജനം എന്ന് പറയുന്നത്. മിശ്ര ഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. പാന്തി ഭോജനുണ്ട്, സമപന്തി ഭോജനുണ്ട്, പ്രീതി ഭോജനുണ്ട്, മിശ്ര ഭോജനുണ്ട്. സമപന്തി ഭോജനം ആരുടേതായിരുന്നു? അയ്യ വൈകുണ്ഠരുടേതായിരുന്നു അല്ലെ. അയ്യ വൈകുണ്ഠരല്ല, വൈകുണ്ഠ സ്വാമികളുടേതായിരുന്നു സമപന്തി ഭോജനം. പന്തി ഭോജനം ആരുടേതായിരുന്നു? തൈക്കാട് അയ്യയുടേതാണ്. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ്റെതും പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ്റെതുമാണ്. മാറിപ്പോരുത്. സഹോദരൻ അയ്യപ്പൻ ഏതാണ്? മിശ്ര ഭോജനമാണ്. മിശ്ര ഭോജനമാണ് സഹോദരൻ അയ്യപ്പൻ. പന്തി ഭോജനം തൈക്കാട് അയ്യ. സമപന്തി ഭോജനം ആരാണ്? പിന്നെ വൈകുണ്ഠ സ്വാമികളാണ്. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദനാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ചിട്ടുള്ള സംഘടനകളാണ് വിദ്യാപോഷിണി സഭ, ശ്രീനാരായണ സേവിക സമാജം എന്നതൊക്കെ. കൊച്ചിയിലും തിരുകൊച്ചിയിലും മന്ത്രിയായ സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. കൊച്ചിയിലും തിരുകൊച്ചിയിലും മന്ത്രിയായ സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് വേലക്കാരൻ, യുക്തിവാദി, സഹോദരൻ. മാറിപ്പോയത്. വേലക്കാരനുണ്ട്, യുക്തിവാദി ഉണ്ട്, സഹോദരനുണ്ട്. സഹോദരൻ ഓർത്തു വെക്കാൻ എളുപ്പമാണ് അല്ലെ. സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ, യുക്തിവാദി, വേലക്കാരൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞങ്ങളുടെ മക്കളെ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് പുല്ല് വിളയും എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാര്? ഞങ്ങളുടെ മക്കളെ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് പുല്ല് വിളയുമെന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാര്? പി കൃഷ്ണപിള്ളയുണ്ട്, സഹോദരൻ അയ്യപ്പനുണ്ട്, മഹാത്മാ അയ്യങ്കാളി ഉണ്ട്, ഡോക്ടർ പൽപ്പു ഉണ്ട്. ഇതിൽ ആരുടെ വാക്കുകളാണ് ഈ പറയുന്നത്? ഉത്തരം കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ആരുടെ ഉത്തരം? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അല്ലെ. മഹാത്മാ അയ്യങ്കാളി പറഞ്ഞതാണ് ഞങ്ങളുടെ മക്കളെ നിങ്ങളെ സ്കൂളിൽ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് പുല്ല് വിളയും. അതായത് കൃഷിപ്പണി എടുത്തിരുന്നത് ഇവരാണ്. പിന്നെ അപ്പോൾ കൃഷിപ്പണി എടുക്കുന്നവർ കൃഷിപ്പണി എടുക്കാൻ വരൂല, കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് പറഞ്ഞത്. കാരണം ഇവർ ഈ ജന്മിമാരാണ്, അവർക്ക് ഇഷ്ടംപോലെ കൃഷിയിടങ്ങൾ ഉണ്ടാവും. അവിടെ കൃഷിപ്പണി എടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാരാണ്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ചേർക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളെ പാടത്ത് ഞങ്ങൾ കൃഷി ചെയ്യാൻ വരൂല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ കൃഷി ചെയ്തില്ലെങ്കിൽ പിന്നെ അവിടെ എന്തൊരു സംഭവിക്കും? അവിടെ പുല്ല് തളിർക്കും അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആരാണ് പറഞ്ഞത്? അയ്യങ്കാളിയാണ് പറഞ്ഞത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. കാളി എന്നായിരുന്നു ആദ്യകാല പേര്. പിന്നീടാണ് അയ്യങ്കാളിയായി മാറുന്നത്. കാളി എന്നാണ് ആദ്യകാല പേര്. അദ്ദേഹത്തിന് പുലയരാജ എന്നൊരു വിശേഷണമുണ്ട്. ആരാണ് അദ്ദേഹത്തെ പുലയരാജ എന്ന് വിളിച്ചത്? ഗാന്ധിജിയാണ്. അപ്പം അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിക്കുന്നത് ആരാണ്? ഗാന്ധിജിയാണ്. എന്നാൽ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. എപ്പോഴാണ് വിശേഷിപ്പിച്ചത്? 1980 വെള്ളയമ്പലത്ത് ഈ അയ്യങ്കാളിയുടെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തിരുന്നു. ആ അനാച്ഛാദന വേളയിലാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ആരെ വിശേഷിപ്പിക്കുന്നത്? അയ്യങ്കാളിയെ വിശേഷിപ്പിക്കുന്നത്. അയ്യങ്കാളിയുടെ ചരിത്രത്തിൽ ഒരുപാട് സമരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു പറയാം. ഒന്ന് 1893 നടന്നൊരു സമരമുണ്ട്. അതാണ് വില്ലുവണ്ടി സമരം. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ്. അതായത് അന്ന് ഉയർന്ന ജാതിക്കാർ വില്ലുവണ്ടിയിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. നല്ല ആഡംബരത്തോടെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വില്ലുവണ്ടിയിൽ അവർ യാത്ര ചെയ്യും. എന്നാൽ ഇവരടക്കമുള്ള താഴ്ന്ന ജാതിക്കാർക്ക് എന്ത് ചെയ്യണം? ഇവരെ കാണുന്ന വഴിയിൽ നിന്ന് മാറി പോകണം. ഇങ്ങനെ വില്ലുവണ്ടി പോലത്തെ വണ്ടിയിലൊന്നും യാത്ര ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്നില്ല. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അയ്യങ്കാളി 1893 വില്ലുവണ്ടി യാത്ര നടത്തുന്നത്. ഈ ഉയർന്ന ജാതിക്കാരൊന്ന് തടയാനൊക്കെ ശ്രമിക്കുകയും എന്നാൽ അവരുടെ അരയിൽ നിന്ന് കത്തി ഊരിയെടുത്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം 1893 വില്ലുവണ്ടി സമരം നടന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഈ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു ഏത്? സാധുജന പരിപാലിനി അല്ലേ. 1909 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആദ്യ സംഘടിത കർഷക സമരം നടന്നു. 1909 സംഘടിത കർഷക സമരം നടക്കുകയാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. 1911 ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുത്തു. 1911 ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുത്തു. പിന്നെ ഈ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്ന ആദ്യത്തെ താഴ്ന്ന ജാതിക്കാരനാരാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുത്തത് 1911 ഈ സഭയിലേക്ക് തെരഞ്ഞെടുത്ത ആദ്യത്തെ താഴ്ന്ന ജാതിക്കാരൻ അയ്യങ്കാളിയാണ്.
പിന്നെ 1915 കല്ലുമാല സമരം നടക്കുന്നുണ്ട്. അതായത് പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നറിയപ്പെടും. എന്താണ് കാരണം ഇത് ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട ഒരു സമരമായിരുന്നു. അതായത് താഴ്ന്ന ജാതിക്കാർക്ക് കല്ലുകൊണ്ട് അല്ലെ കുപ്പിച്ചില്ല് കൊണ്ടൊക്കെയുള്ള മാല അണിഞ്ഞ് നടക്കണം എന്നുള്ളതൊരു നിയമമായിരുന്നു. ഇവർ എന്താ പറയുക, ഒരു അടിമത്തത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ പറയുന്ന കല്ലിന്റെ കൊണ്ടുള്ള മാലയും അതേപോലെ കുപ്പിച്ചില്ലിന്റെ മാലയൊക്കെ ധരിച്ച് നടക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. എന്നാൽ പബ്ലിക്കായിട്ട് പോയിട്ട് ഈ കല്ലിന്റെ മാല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് അയ്യങ്കാളി അതിനെതിരെ പ്രതിഷേധിച്ചത്. അതാണ് കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത്. പെരിനാട് ലഹള എന്നും അതിന് പേരുണ്ട്. 1915 തന്നെ നടന്ന മറ്റൊരു സമരമാണ് ഊരുട്ടമ്പലം ലഹള അഥവാ 90-ാം ആണ്ട് ലഹള. ഊരുട്ടമ്പലം ലഹള അഥവാ 90-ാം ആണ്ട് ലഹള 1915 തന്നെയാണ് നടക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ലഹള നടന്നത്? പഞ്ചമി എന്ന പുലയ പെൺകുട്ടിയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഊരുട്ടമ്പലം ലഹള. അതേപോലെ അഥവാ എന്താ പറയുക 90-ാം ആണ്ട് ലഹള എന്ന് പറയും. ഇത് കൊല്ലവർഷം 1090 നടന്ന ഒരു സമരമായതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത് 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഊരുട്ടമ്പലം ലഹളയുടെ മറ്റൊരു പേരാണ് 90-ാം ആണ്ട് ലഹള. നേരത്തെ നമ്മൾ പറഞ്ഞു കല്ലുമാല സമരയുടെ മറ്റൊരു പേരായിരുന്നു എന്ത്, പെരിനാട് ലഹള എന്ന് പറയുന്നത്. ഇവിടെ ഊരുട്ടമ്പലം ലഹളയുടെ മറ്റൊരു പേരാണ് 90-ാം ആണ്ട് ലഹള. പഞ്ചമി എന്ന പുലയ പെൺകുട്ടികളുടെ സ്കൂൾ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു സമരമായിരുന്നു ഊരുട്ടമ്പലം ലഹള. പിന്നീട് പഞ്ചമി എന്ന കുട്ടിയെ ഇരുന്ന ബെഞ്ച് ഇവർ കത്തിക്കുന്നുണ്ട്, ഉയർന്ന ജാതിക്കാർ കത്തിക്കുന്നുണ്ട്. അതിന് പ്രതിഷേധിച്ചുകൊണ്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സ്കൂൾ തന്നെ തീ വെക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1916 നടന്നിട്ടുള്ള മറ്റൊരു ലഹളയാണ് കാന്തള ലഹള എന്നറിയപ്പെടുന്നത്. 1915 ഊരുട്ടമ്പലം ലഹള നടന്നു, അഥവാ 90-ാം ആണ്ട് ലഹള നടന്നു. പഞ്ചമി എന്ന പുലയ പെൺകുട്ടിയുടെ സ്കൂൾ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ലഹള നടന്നത്. പിന്നീട് നടന്നിട്ടുള്ള ലഹളയാണ് 1916 കാന്തള ലഹള. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1931 പട്ടിണി ജാഥ നടത്തി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചു. 3 കണ്ണീരും കിനാവും എന്നത് ആത്മകഥയാണ്. നാലാമത് പറയുന്നത് നായർ സമുദായത്തിലാണ് പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. VT ഭട്ടതിരിപ്പാട് നായർ സമുദായത്തിലാണ് പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് കണ്ടെത്തേണ്ടത്. ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ തെറ്റ് ഏതൊക്കെയാണ്? 1ഉം 4ഉം തെറ്റാണ് അല്ലേ. 1 എന്താണ്, 1931 ഇദ്ദേഹം നടത്തിയത് പട്ടിണി ജാഥയല്ല, യാചനയാത്രയാണ് അല്ലേ. പട്ടിണി ജാഥ ആരോട് ബന്ധപ്പെട്ടതാണ്? അത് AK ഗോപാലിനോട് ബന്ധപ്പെട്ടതാണ്. ഇദ്ദേഹം VT ഭട്ടതിരിപ്പാട് നടത്തിയത് യാചനയാത്രയാണ്, തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡേക്ക് 1931 നടത്തിയത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1908 യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നുണ്ട്. പിന്നെ കണ്ണീരും കിനാവും എന്നത് VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ്, അതും കറക്റ്റാണ്. നാലാമത്തത് തെറ്റാണ്. നായർ സമുദായമല്ല, നമ്പൂതിരി സമുദായത്തിലാണ് ആര് പരിഷ്കരണ പ്രവർത്തനം നടത്തുന്നത്? VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഓപ്ഷൻ 1ഉം 4ഉമാണ് തെറ്റ്. അതായത് ഓപ്ഷൻ B ആണ് ശരിയുത്തരം അല്ലേ. ഓപ്ഷൻ B ആണ് ശരിയുത്തരം. 1ഉം 4ഉമാണ് തെറ്റ്. നമ്പൂതിരി സമുദായത്തിൽ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം. അപ്പൊ ഇദ്ദേഹം രൂപീകരിച്ച സംഘടനയായ യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം എന്തായിരുന്നു? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതായിരുന്നു. ഇതിന്റെ മുഖപത്രം ഏതായിരുന്നു? മംഗളോദയം പത്രമാണ്. ഏതാണ് മുഖപത്രം? മംഗളോദയം പത്രമാണ്. ഉണ്ണി നമ്പൂതിരി എന്നൊരു മാസിക ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ. ഉണ്ണി നമ്പൂതിരി എന്നൊരു മാസിക ഉണ്ടായിരുന്നു. ഈ മാസികയിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ലേഖനമാണ്. എന്താണ്? ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറയുന്ന ഒരു ലേഖനമാണ് ഇദ്ദേഹം ഉണ്ണി നമ്പൂതിരി എന്ന മാസികയിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ VT ഭട്ടതിരിപ്പാട് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലേഖനം പ്രസിദ്ധീകരണം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന മാസികയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്താണ്? ഇദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു നാടകമാണ്. VT ഭട്ടതിരിപ്പാട് രചിച്ചിട്ടുള്ള ഒരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്.
1968 മിശ്ര വിവാഹ ബോധവൽക്കരണത്തിനായി സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തി. അപ്പോൾ 1968 സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയത്. എന്തിനു വേണ്ടിയാണ് സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയത്? അത് എന്താ പറയുക, മിശ്ര വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് നടത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥി എന്ന ജേണലിൻ്റെ എഡിറ്ററായിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആര്? VT ഭട്ടതിരിപ്പാട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? 41ാമത്തെ ചോദ്യമാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? ചാമറ അച്ഛനുണ്ട്, കുമാര ഗുരുദേവനുണ്ട്, മന്നത്ത് പത്മനാഭനുണ്ട്, ഡോക്ടർ പൽപ്പു ഉണ്ട്. ഇതിൽ ആരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്? ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. ആരാണ്? കുമാര ഗുരുദേവനാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കുമാര ഗുരുദേവനാണ് എന്ത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. കുമാര ഗുരുദേവനാണ്. ഈ കുമാര ഗുരുദേവന് തന്നെ മറ്റൊരു പേരാണ് പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ പുലയൻ മത്തായി എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. പൊയ്കയിൽ യോഹന്നാൻ, പുലയൻ മത്തായി എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാര ഗുരുദേവൻ തന്നെയാണ്. അദ്ദേഹമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ഇദ്ദേഹം പറയ സമുദായത്തിലാണ് ജനിച്ചത്. അപ്പോൾ പറയ സമുദായമാണ് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ജനിക്കുന്നത്. ഈ ഇരവിപേരൂർ തന്നെയാണ് ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അടിലഹള എന്നത് പ്രസിദ്ധമായത് ഇദ്ദേഹത്തിൻ്റെ സമരമുറകളാണ്. അടിലഹള എന്ന പേര് പ്രസിദ്ധമായത് കുമാര ഗുരുദേവന്റെ സമരമുറകളാണ്. 1921 1931 ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് കുമാര ഗുരുദേവൻ. 1921 1931 ഉണ്ട്. നെയ്യാറ്റിൻകരയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നുണ്ട് ഇദ്ദേഹം. അപ്പോൾ കുമാര ഗുരുദേവൻ ഗാന്ധിജിയെ കണ്ടുമുട്ടിയ സ്ഥലം എവിടെയാണ്? നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ടാണ്. നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ടാണ് കുമാര ഗുരുദേവൻ ആരെ കണ്ടുമുട്ടുന്നത്? ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നത്തെ അവസാനത്തെ ഈ ഒരു സീരീസിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1924 വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാര്? എന്താണ് 1924 വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാര് എന്നാണ് ചോദ്യം. ആ സ്ഥലം കൂടി ശ്രദ്ധിക്കണം, എവിടെ നിന്ന് എവിടേക്കാണ് ജാഥ നയിച്ചത് എന്ന് കൂടി. ഓപ്ഷൻ എയിൽ EV രാമസ്വാമി നായ്ക്കറുണ്ട്, ഓപ്ഷൻ ബിയിൽ AK ഗോപാലൻ ഉണ്ട്, ഓപ്ഷൻ സിയിൽ TK മാധവൻ ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ മന്നത്ത് പത്മനാഭനുണ്ട്. ഇതിൽ ആരാണ് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അല്ലേ. മന്നത്ത് പത്മനാഭനാണ് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത്. എവിടെയാണ് മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത്? കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത്. കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്ന് വിശേഷണമുള്ള ആളാണ് മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിളിച്ചതാരാണ്? KM പണിക്കരാണ്. കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? KM പണിക്കരാണ്. പിന്നെ അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 1907 കേരളീയ നായർ സമാജം സ്ഥാപിക്കുന്നുണ്ട്. 1914 നായർ ഭൃത്യജന സമാജം സ്ഥാപിക്കുന്നുണ്ട്. ഈ നായർ ഭൃത്യജന സമാജമാണ് പിന്നീട് NSS ആയിട്ട് മാറുന്നത്. 1947 പ്രസിദ്ധമായ മുതുകുളം സ്പീച്ച് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2 പ്രസംഗങ്ങളുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കോഴഞ്ചേരി സ്പീച്ച് ഉണ്ട്, അത് C കേശവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ മുതുകുളം സ്പീച്ച് മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റായി മാറുന്നു ആര്? മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. വർഷം 1949 അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആകുന്നത്. ഇനി രാഷ്ട്രപതിയിൽ നിന്ന് ഭാരത കേസരി അവാർഡ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. 1959 വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തതും ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. നമുക്കറിയാം EMS മന്ത്രിസഭക്കെതിരെ കേരളത്തിൽ നടന്നിട്ടുള്ള സമരമാണ് വിമോചന സമരം അല്ലേ. വിമോചന സമരത്തിലൂടെ മന്ത്രിസഭയെ മറിച്ചിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ രാഷ്ട്രപതി ഭരണമൊക്കെ വരുന്നുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ ഈ വിമോചന സമരത്തിന് 1959 നേതൃത്വം കൊടുത്തത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ ഏതാണ്? എൻ്റെ
ജീവിത സ്മരണകളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്, പഞ്ചകല്യാണി നിരൂപണം. ഏതാണ് പുസ്തകം? പഞ്ചകല്യാണി നിരൂപണമാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ മാരത്തോൺ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിലബസ് പൂർണ്ണമായിട്ടും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കിലൂടെയും നമ്മൾ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പഠിച്ചിട്ടുള്ള നവോത്ഥാന നായകരൊക്കെ, കേരള നവോത്ഥാനത്തിലെ നായകരൊക്കെ നമ്മുടെ സിലബസിൽ പേരെടുത്ത് പറയുന്ന നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. ഒരുപാട് നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ പേരെടുത്ത് പറയുന്ന ആളുകളെ മാത്രമാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. ഒന്ന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾ ക്രാഷ് ബാച്ചിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് അവരെ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ആളുകളെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് ഇനി സമയമില്ല, മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി പരീക്ഷ എഴുതുക. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ 100 മാർക്കിന് പരീക്ഷ എഴുതാനല്ല ഈ പ്രിലിംസിന് പോകുന്നത്. നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവാൻ വേണ്ട മാർക്കാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ 100 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ട് നെഗറ്റീവ് ഉണ്ടാക്കരുത്. അതോടൊപ്പം സമയം കിട്ടാതെ അറിയുന്നത് പോലും എഴുതാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകരുത്. അപ്പോൾ കൃത്യമായിട്ട് നോക്കിയിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ ആദ്യം ആൻസർ ചെയ്യുക. അത് 50 ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് അറിയുന്നതുള്ളൂ എങ്കിൽ ആ 50 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ചിലപ്പോൾ 50 ക്വസ്റ്റ്യൻ മതിയാകും നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറാൻ. അതിന് ശേഷം സമയം പോലെ അറിയാത്തതൊക്കെ നോക്കിയിട്ട് മാക്സിമം എലിമിനേഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ അത് ആൻസർ ചെയ്താൽ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി എഴുതാൻ ശ്രമിക്കുക, തെറ്റുകൾ വരുത്താതിരിക്കുക, അബദ്ധങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.